CPMന്റെ രാഷ്ട്രീയമായ ഇടപെടലുകളാണ്, അത് ചില ആളുകൾ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആരോപണം. മഴ പെയ്തതോടെ അങ്ങാടിപ്പുറത്തെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമായ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിന്തൽമണ്ണ നാഷണൽ ഹൈവേ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാമെന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. ഗതാഗതക്കുരുക്കിന് പരിഹാരമായില്ലെങ്കിൽ ഓഫീസിന്റെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. അധികാരികളുടെ മുഖവിലക്ക് ഇടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം. അത് മാത്രമല്ല, ഇത് ഇന്നിപ്പോ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് ഇവിടുത്തെ എഞ്ചിനീയറുടെ ഉദ്യോഗസ്ഥന്റെ ഉറപ്പിന്റെ മുകളിലാണ്. ആ ഉറപ്പ് പാലിക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ എന്ത് ഫോഴ്സ് ഉപയോഗിച്ചാലും ഈ ഓഫീസ് സ്തംഭിപ്പിച്ച് ആ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് തർക്കമൊന്നുമില്ല. ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ആളുകൾ മാത്രമാണ് ഇന്ന് ഇവിടെ കടന്നു വന്നത്. ഞാനത് അറിഞ്ഞിവിടെ വന്നതാണ്. അറിഞ്ഞു വന്നത് ഇവിടെ ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് വന്നതാണ്. ഒരു തർക്കമല്ല. ഇനി വരവ് ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തീരുമാനം നാളെ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം വിളിച്ച് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലെ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തീരുമാനം നാളെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് തന്നിട്ടുള്ളത്. ഇതിപ്പോ അവിടെ കട്ട വിരിച്ച് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം. അല്ലാതെ അവിടെ രൂക്ഷമായ ഒരു പ്രശ്നമൊന്നുമില്ല. പാലം അല്ല ഈ ബ്ലോക്കിന്റെ കാരണം. ഇത് പാലമാണ്, അല്ലെങ്കിൽ പാലമാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കലക്ടർ 2 പ്രാവശ്യം യോഗം വിളിച്ചു. 2 പ്രാവശ്യം യോഗം വിളിച്ച കലക്ടർ ഇത് മാറ്റി വെക്കുകയാണ്. ആംബുലൻസുകൾ ഒരു ദിവസം എത്ര ആംബുലൻസുകളാണ് ആ വഴിക്ക് വരുന്നത്? അതൊന്നും മുഖവിലക്കെടുക്കാതെ കലക്ടർ 2 തവണ യോഗം മാറ്റി വെച്ച് അവിടെ CPMന് വഴങ്ങിയിട്ടുള്ള സമീപനമാണ് കലക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മഞ്ഞളാംകുഴി അലി MLA സാന്നിധ്യത്തിൽ അദ്ദേഹം വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് 2-ാം തീയതിക്കാണ് യോഗം വെച്ചിരുന്നത്. 2-ാം തീയതി കഴിഞ്ഞാല് മൂപ്പർക്ക് എന്തെങ്കിലും പ്രയാസദേവന് മാറ്റി വെക്കാലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞ് അലിയാക്ക ഇടപെട്ടിട്ടാണ്, MLA ഇടപെട്ടിട്ടാണ് ഇത് നാളേക്ക് ഈ യോഗം വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കൂല. ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ഇത് മാത്രമൊന്നല്ല, നമ്മുടെ മങ്കട മുതൽ ആനക്കയം വരെയുള്ള പ്രദേശത്ത് ഒരാൾക്ക് നടക്കാൻ പറ്റൂല. അങ്ങാടിപ്പുറത്ത് കുഴിയിൽ ദിവസവും ആളുകൾ വീഴുകയാണ്, വണ്ടികൾ മറിയാണ്, പരിക്ക് പറ്റുകയാണ്. ഇങ്ങനെയുള്ള ഇത്രയും വലിയ ദുസ്സഹമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അവസ്ഥക്ക് പരിഹാരം കാണാൻ യോഗം വിളിക്കുമ്പോൾ കലക്ടർക്ക് തോന്നിയ മാതിരി യോഗം മാറ്റി വെക്കുന്നത് ശരിയല്ല. അത് കലക്ടറെ CPMന്റെ രാഷ്ട്രീയമായ ഇടപെടലുകളാണ്, അത് ചില ആളുകൾ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആരോപണം. ആ രാഷ്ട്രീയ ഗൂഢാലോചന നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനാവരുത്, നാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഒപ്പം നിൽക്കാനായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിഷേധ മാർച്ച് അങ്ങാടിപ്പുറം DCC നിർവഹണ സമിതി അംഗം അനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് വടക്കുംപുറത്ത്, സെക്രട്ടറി മസ്റൂഖ് പെരിന്താട്ടിരി, മങ്കട യൂത്ത് കെയർ കോർഡിനേറ്റർ ഫൈസൽ വലമ്പൂർ, മങ്കട മണ്ഡലം സെക്രട്ടറി ടോണി അങ്ങാടിപ്പുറം, വിപിൻ പുഴയ്ക്കൽ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മ